ശാരീരിക സുഖം ലഭിക്കുവാൻ വേണ്ടി മാത്രം ലൈംഗികതയിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ ലൈംഗികത ഒരു തൊഴിലായി ചെയ്യുന്ന സ്ത്രീകളുണ്ട് എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ചോദ്യമാണ് നിങ്ങളോട്. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ശാരീരിക സുഖം ലഭിക്കുവാൻ വേണ്ടി മാത്രം ഏതെങ്കിലും സ്ത്രീകൾ, ആര് തന്നെ ആയിക്കോട്ടെ, അവർ ലൈംഗിക വൃത്തിയിലേക്ക് പോകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ടോ? അങ്ങനെയുള്ള മനഃശാസ്ത്രമുള്ള സ്ത്രീകളെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഇന്ന് അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്, പ്രതിപാദിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മലയാളി സ്ത്രീയെ അവർ ഓടുന്ന ട്രെയിനിൽ വെച്ച് തൻ്റെ ശരീരം വിൽക്കുവാനായിട്ടും അത് പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, നമ്മൾ പല മേഖലകളിൽ നമ്മളിപ്പം ഈ വേശ്യാലയങ്ങൾ നടത്തിയിട്ട് അത്തരത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട്. വലിയ വലിയ ഹോട്ടൽസിൽ റൂമുകൾ ബുക്ക് ചെയ്ത് ഇങ്ങനെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ ലോക്കലായിട്ട് പല മെത്തേഡുകളിലും ഈ ഹൗസ് ബോട്ടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലാറ്റുകളെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇങ്ങനെ ലൈംഗിക വൃത്തി ചെയ്യുന്ന ആളുകൾ. പിന്നെ നമ്മുടെ പെരുമ്പാവൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ലോഡ്ജുകളിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹോട്ടലുകളിലുമൊക്കെ റൂമൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ലൈംഗിക വൃത്തി ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓടുന്ന ട്രെയിനിൽ വെച്ചിട്ട് ഒരു മലയാളി യുവതി ഇത്തരത്തിലുള്ള പ്രതിഭാസം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലായപ്പോഴേക്ക് സത്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്കത് കേട്ടപ്പോൾ നമുക്ക് അത്രമാത്രം സ്വാഭാവികമായിട്ട് നമുക്കങ്ങനെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരു സുഖകരമായിട്ടുള്ള ഒരു വാർത്തയല്ല എന്ന് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർ തോന്നും, ഇത് വളരെ സുഖം നൽകുന്നൊരു വാർത്തയാണ് എന്ന് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് തോന്നുമെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വേദനയും, അല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നൊമ്പരങ്ങളുടെ ഒരു കൂടാരവും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രിപ്ഷനും നമുക്ക് വളരെയേറെ ആവശ്യമാണ്. കാരണം നമ്മൾ ചാനൽ കണ്ടുപോകുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ ചാനൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക എന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ചാനൽ എന്താണെന്ന് മനസ്സിലാക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയോ, ലൈക്ക് ചെയ്തിട്ട് പോവുകയോ, ഷെയർ ചെയ്തിട്ട് പോവുകയോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മളുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ, അല്ലെങ്കിൽ ദ ജേർണി വിത്ത് സുനു, ഫൈൻഡിങ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക എന്നുള്ളത്. ഇതിന് വലിയൊരു മോട്ടിവേഷൻ ഉണ്ട്, ഇതിന് പിന്നിൽ നമുക്ക് ഒരു എയിമുണ്ട്. ആ എയിമിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ, ആ എയിമിലേക്ക് എത്തുവാനായിട്ട് നിങ്ങളുടെ എല്ലാം വിലയേറിയ സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്ത് തരത്തിലുള്ള സഹായ സഹകരണങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമാണ്. കാരണം ആരുമില്ലാത്തവർക്കൊരു ആശ്രയം എന്നുള്ള എൻ്റെ എയിമിലേക്ക് ഞാൻ നടന്ന് കാലുകൾ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരമാവധി ആളുകളിലേക്ക് എത്തി നമുക്ക് ആ ഒരു റീച്ചിലേക്ക് എത്തേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ആ ഒരു അപേക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇന്ന് റോസമ്മയെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. റോസമ്മ എറണാകുളംകാരിയായ റോസമ്മയാണ് ഓടുന്ന ട്രെയിനിൽ തൻ്റെ ശരീരം വിൽക്കുവാനായിട്ട് നിർബന്ധിതയായത്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഓടുന്ന ട്രെയിനിൽ വെച്ച് ഈ റോസമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളംകാരി എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ചാലക്കുടിക്കാരിയാണ്. ഈ ചാലക്കുടിക്കാരിയായ റോസമ്മ ഈ ഓടുന്ന ട്രെയിനിൽ ഇങ്ങനെ ശരീരം വിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ വർക്ക് ചെയ്യുമ്പോൾ അത് ആളുകൾക്കാരറിഞ്ഞില്ലേ, നാട്ടുകാരറിയില്ലേ, വീട്ടുകാരറിയില്ലേ, മറ്റ് പ്രശ്നങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഓരോ സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളാണ് ഓരോ വ്യക്തികളെയും ഓരോ തലങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ചിരിച്ച് ഉല്ലസിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ കഴിയുന്ന ആളുകളാണ്. നമുക്ക് അവസരമൊക്കെ കിട്ടിയാൽ നമ്മൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വർഷങ്ങളായിട്ട് ചിരിക്കാൻ മറന്ന, ഉല്ലസിക്കാൻ മറന്ന,
അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലേക്ക് മാത്രം നോക്കിക്കാണുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോഴാണ് നമുക്ക് അവരുടെ ഉള്ളിലെ ആ തീജ്വാല എന്താണ് നമുക്ക് എന്ന് മനസ്സിലാക്കുന്നത്. വെറും അന്നത്തിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുവാൻ വേണ്ടി മാർഗമില്ലാതെ വരുമ്പോഴേക്കും ചിലപ്പോൾ ആളുകൾ എന്താണ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്കും സംശയം തോന്നിയ ചോദ്യമാണ്, എന്തിനാണ് ആളുകൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഈ ശരീരം വിൽക്കുന്നത്? എന്തിനാണ് മോസ്റ്റ്ലി ആൾക്കാർ, ഞാൻ പറഞ്ഞു, സുഖത്തിന് വേണ്ടി മാത്രം ശരീരം വിൽക്കുന്ന ആളുകളെ നമുക്ക് ആർക്കും കാണാൻ സാധിക്കുകയില്ല. അവരൊരിക്കലും റെമ്യൂണറേഷൻ വാങ്ങിക്കുകയില്ല, കാരണം അവർ പ്രതിഫലം വാങ്ങിക്കുകയില്ല. അപ്പോൾ ഈ പ്രതിഫലം ശരീരം വിറ്റ് പ്രതിഫലം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുന്നത്, ഇവർക്കൊക്കെ വേറെ വല്ല പണിക്കും പോയി കൂടെ, ഏതെങ്കിലും തൊഴിലുറപ്പ് പണിക്ക് പോയി തന്നെ ഒരു 100-300 രൂപ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക്, ഇപ്പോൾ ഏത് പണിക്ക്, ഒരു വീട്ടുപണിക്ക് പോയാലും അല്ലെങ്കിൽ തുടയ്ക്കാനോ എവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ ആണെങ്കിൽ 100-300 അല്ലെങ്കിൽ 500 രൂപ ഒരു വയറ് കഴിയാനായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു വേശ്യാവൃത്തിയിലേക്ക് ഒരു സ്ത്രീ പോകേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? ഒരു എന്താ പറയുക, ഏണിങ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് അതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത്? അവർക്ക് ചില ആളുകൾ പറയുമ്പോൾ, കോമൺ ആയിട്ട് പറയുമ്പോൾ ചില സംഗതികളുണ്ട്, നമുക്ക് പണത്തിന് പണവും കിട്ടും, സുഖത്തിന് സുഖവും കിട്ടും. അതാണ് മിക്കവാറും നമ്മുടെ കേൾവിക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തുമ്പോഴേക്കും അവർ വിചാരിക്കുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള മറുപടി തീർച്ചയായിട്ടും ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മറുപടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല, തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും പണിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിൽ എന്ത് പണിക്ക് പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും 100-300 രൂപ നമുക്കൊരു ദിവസം ചെറിയ തോതിലുള്ള ജോലിക്കൊക്കെ പോയാലും നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അതിന് പോകാതെ നമ്മൾ ഇതിന് പോകണം എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. പണം മാത്രമല്ല, സുഖവും കൂടിയാണ് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കായിട്ട് വരട്ടെ. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം നമ്മളൊരു പട്ടി, നമ്മൾ വീട്ടിലേക്ക് പൊമറേനിയൻ പട്ടീനെ വളർത്തുന്നുണ്ട്, നമ്മൾ തരുന്ന സാധാരണ നാടൻ പട്ടികളെ വളർത്തുന്നുണ്ട്, പിന്നെ അൽസേഷ്യൻ പട്ടികളെ വളർത്തുന്നുണ്ട്, പിന്നെ ലാബർ, അങ്ങനെ പല ലാബ് ഡോഗിനെയൊക്കെ നമ്മൾ വളർത്താറുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ വളർത്തുന്നത് എന്താണ്? ഇവയ്ക്കൊക്കെ നമ്മൾ തീറ്റി കൊടുക്കാറുണ്ട്, സംഗതികളെല്ലാം കൊടുത്തിട്ട് നമ്മളിവരെ ഈ പട്ടികളെയൊക്കെ നമ്മൾ 10, 2000, 4000, 5000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇവരെങ്ങനെ തുറന്ന് അഴിച്ചു വിട്ടേക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ അവരെ അഴിച്ചു വിടുകയില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട്, ചില ആൾക്കാർ നന്നായിട്ട് ഭക്ഷണം കൊടുക്കും, ചില ആളുകൾ നല്ല തടിച്ച് കൊഴുത്ത് നല്ല അവരുടെ എന്താണ്, ഇവരെ കാണുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടാനായിട്ട് പട്ടിനെ അങ്ങനെ വിട്ടിട്ട് അവർ കൂട്ടിലിട്ട് കെട്ടിയിട്ട് പൂട്ടിയിടുകയാണ് ചെയ്യുക. ഒരിക്കലും അതിനെ അഴിച്ചു വിടുകയില്ല. അതിൻ്റെ മോട്ടിവേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടിയാണ്, അത് കുരയ്ക്കണം, അതിൽ നിന്ന് നമ്മൾ സംതിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളതിനെ അഴിച്ചുവിട്ട് എവിടേക്കെങ്കിലും പൊയ്ക്കുള്ളൂ, വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതി, നീ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് കിടന്നാൽ, അങ്ങനെയല്ല നമ്മൾ നായ്ക്കളെ നമ്മൾ വളർത്തുന്നത് നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനെ വെച്ച് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ശരിയല്ല? അത് കുരയ്ക്കണം, ആൾക്കാർ വരുമ്പോൾ ഒച്ച ഉണ്ടാക്കണം, നമ്മളെ അറിയിക്കണം, അങ്ങനെയൊക്കെയുള്ളതാണ്. ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നായ്ക്കളെ പോലെയാണ് ഇത്തരത്തിലുള്ള വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകൾ. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വാതന്ത്ര്യമില്ല, പക്ഷേ അവർ ചെയ്യേണ്ട ജോലി അവർക്ക് ചെയ്യുകയും ചെയ്യണം. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് എവിടേക്കും ഒന്ന് പോകാനായിട്ടോ മറ്റുള്ള രീതിയിലേക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരാളാണ് റോസമ്മ. കാരണം റോസമ്മ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ ട്രെയിനിൽ നടന്നിട്ട് സെക്സ് ചെയ്യുകയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ കടിഞ്ഞാൺ പിടിക്കുന്നത്, ആ കടിഞ്ഞാണ് ചിലരുടെ കയ്യിലാണ്. ആ കടിഞ്ഞാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക്, ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറത്തെ വാതിലിനും ഇപ്പുറത്തെ വാതിലിനും കാവൽക്കാർ കാത്തിരിക്കുകയാണ്. ആ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് റോസമ്മ എന്ന് പറഞ്ഞ ചാലക്കുടിക്കാരിക്ക് ഒരിക്കലും ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ആ കമ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി ബുക്ക് ചെയ്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളിൽ മറ്റുള്ള ആളുകളുണ്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവരെ കൺവീൻസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരാളുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ശാരീരിക ബന്ധം ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്, നല്ല അവസരമാണ്, അത് നിങ്ങൾ മുതലാക്കുക, വളരെ തുച്ഛമായ തുകയ്ക്ക് നമ്മളത് ശരിയാക്കി തരാം, നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണോ എന്ന് ആ കമ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ അതിന് അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളോട് പോയി പറയുവാനും അവിടെ നിന്ന് ആളുകളെ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആനയിച്ച് കൊണ്ടുവരുവാനും ഈ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ S1 അല്ലെങ്കിൽ S2 എന്ന് പറഞ്ഞൊരു ബോഗി നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ S2വിനകത്ത് നമ്മൾ 1 മുതൽ 85 വരെയാണ് അല്ലെങ്കിൽ 86 വരെയുള്ള സീറ്റാണെങ്കിൽ ആ 86 വരെയുള്ള സീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വാതിലുണ്ടോ. ഒന്നാമത്തെ അവിടെയും വാതിലുണ്ട്, 86ാമത്തെ സീറ്റിൻ്റെ അവിടെയും വാതിലുണ്ട്. ഒന്നാമത്തെ സീറ്റിൻ്റെ അവിടെയും ഒരു ടോയ്ലറ്റ് ഉണ്ട്, 86ാമത്തെ സീറ്റിൻ്റെ അവിടെയും ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റിനോട് ബന്ധപ്പെട്ട ആ സ്ഥലത്ത് 2 കാവൽക്കാരിങ്ങനെ നിൽക്കുകയാണ്. ഈ
നമ്മൾ പറഞ്ഞ ഈ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വാതിലിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്ത S2ലേക്ക് പോകുവാനായിട്ട്, അല്ലെങ്കിൽ S3ലേക്ക് പോകുവാനായിട്ട് യാതൊരുവിധ മാർഗങ്ങളുമില്ല. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജയിലറയാണ്. ആ ജയിലറയിലേക്ക് ആളുകളെ ആകർഷിച്ച് കൊണ്ടുവരുവാനായിട്ട് മറ്റുള്ള ആളുകളുണ്ട്. അവർ S3യിലും S4ലും S5ലും ഒക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ ഇവിടേക്ക് കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സർക്കംസ്റ്റൻസിനെ കുറിച്ച്, ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടുകേൾവിയെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അങ്ങനെ കടന്നു പോകുന്ന ആ രീതിയിലെ ബന്ധനസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എത്ര ഭീകരമാണ്, എത്ര നികൃഷ്ടമാണ്, എത്രമാത്രം എന്താ പറയുക, കടുത്ത ഒരു മാനസിക സംഘർഷത്തിലൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെ ആയിരിക്കാം ആ ശരീരം വയ്ക്കുന്ന ഈ റോസമ്മ എന്ന് പറഞ്ഞ മലയാളിയായ ചാലക്കുടിക്കാരി പെൺകുട്ടി എന്ന് പറയാൻ സാധിക്കത്തില്ല, ആ യുവതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇങ്ങനെയുള്ള ഒരു സർക്കംസ്റ്റൻസി വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു അടച്ചിട്ട മുറിയിൽ ഒരാൾ വന്നു അങ്ങനെയുള്ള ചെയ്യുന്ന ഈ വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. ഈ ഫ്ലാറ്റുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സോനാഗാച്ചിയിലേക്കോ അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റിലേക്കോ ഒക്കെ അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും അവിടെ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സംവിധാനക്രമമാണ്. ഇവിടെ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടുള്ള, അതിനേക്കാളൊക്കെ എത്രയോ ഭയാനകമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോസമ്മ എന്ന് പറഞ്ഞ നമ്മളുടെ ഈ മലയാളിയായിട്ടുള്ള ചാലക്കുടിക്കാരി കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സംഗതി സദാചാരത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ ധാരാളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. അവർ പക്ഷേ നമ്മളെ ഇപ്പോൾ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളോട് അനാവശ്യമായിട്ട് മറ്റുള്ള രീതിയിലേക്ക് പറയുകയോ മറ്റുള്ള എന്തെങ്കിലും ഉള്ള രീതിയിലേക്കൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഈ സദാചാരത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞിട്ട് വെളുക്കച്ചിരിക്കുന്ന നമ്മളുടെ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, കേൾവിക്കാർ മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മൂക്കിന് താഴെ നിങ്ങൾ ഓരോരുത്തരും ഈ സദാചാരത്തിൻ്റെ വലിയ ഗീർവാണം മുഴക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ പുരുഷ സമൂഹത്തിലുള്ള, ഞാൻ ആക്ഷേപിച്ച് പറയുകയല്ല, നമ്മുടെ പുരുഷ സമൂഹത്തിലുള്ള വലിയ വലിയ കുറ്റപ്പെടുത്തലും വലിയ വലിയ കല്ലെറിയലുമൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മഗ്ദലന മറിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും ഉണ്ടാകത്തില്ല. എല്ലാവരും ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. ആർക്കും തൻ്റെ കൈകൾ പരിശുദ്ധമാണ്, അല്ലെങ്കിൽ സംശുദ്ധമായ തൻ്റെ കൈകളാണ്, എൻ്റെ കൈകളിൽ രക്തക്കറ പുരണ്ടിട്ടില്ല എന്നൊക്കെ പറയാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആളുകൾ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും സ്വാഭാവികമായിട്ടും. ഇവൻ എന്നാ ബ്ലാബ്ലാ പറയുന്നത്, കാര്യത്തിലേക്ക് വരൂ, ഞങ്ങൾക്ക് കേൾക്കട്ടെ, എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് എവിടെയാണത്, ഏത് ട്രെയിനാണ്, ഞങ്ങൾക്ക് ആ പെണ്ണിനെ ഞങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കുമോ, അവൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്, ഏത് സമയത്തുള്ള ട്രെയിനാണത് എന്നറിയാൻ വ്യഗ്രതപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ധാരാളം ആളുകളുണ്ട് എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ, ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുവാനായിട്ട്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, ഇനി ആ ട്രെയിനിൽ തേടി പിടിച്ചിട്ട് ആ ട്രെയിനിൽ പോയിട്ട് ഈ പറഞ്ഞ യുവതിനെ കണ്ടിട്ട് അവരുമായിട്ടൊന്ന് സെറ്റാകാനുള്ള സംവിധാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് മിസ്സാക്കാൻ പാടില്ലല്ലോ എന്നോർത്തും മാത്രം ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതൊരു സംഗതി, നമ്മൾ ഈ വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഇതൊരു അഡ്വർടൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഓടുന്ന ട്രെയിനിൽ ശരീരം വിൽക്കുന്ന മലയാളി യുവതിയുണ്ട്, അവൾ ചാലക്കുടിക്കാരിയാണ്, അവളുടെ പേര് റോസമ്മയാണ്, നിങ്ങൾക്കും അവളെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാനൊരു അഡ്വർടൈസ് പറയാനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് പറയാനായിട്ടോ അങ്ങനെ ഒരു വെളിപാടുമായിട്ടോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നതല്ല ഞാൻ. ഞാനിത് പറയാനായിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കണം, നമ്മളുടെ സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും സ്ത്രീകളെക്കുറിച്ചിട്ടുള്ള അത്രമാത്രം വലിയ ഗീർവാണം മുഴക്കുന്ന, അല്ല സ്ത്രീകളടക്കമുള്ള എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, നമ്മുടെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയും അവരുടെ മേൽക്കുമേലുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വളരെയേറെ സംഗതികളുണ്ട്. നമ്മുടെ അതിനുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ തന്നെ വനിതാ മേഖലകളുടെ ആ ഒരു പ്രത്യേക വകുപ്പുകൾ തന്നെയുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഒരു നേരത്തെ ആഹാരം ഒന്ന് വയറ് നിറച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം
അപ്പുറത്തും ഇപ്പുറത്തും ചെന്നായ്ക്കളെ പോലുള്ള കാവൽക്കാരന്മാർ കാത്തിരിക്കുമ്പോൾ ഓടുന്ന ട്രെയിനിൽ വെച്ചിട്ട് സെക്സ് ചെയ്യാൻ വിധിക്കപ്പെട്ട, അവരുടെ ശരീരം വിൽക്കാനായിട്ട് അവർ വിധിക്കപ്പെട്ട ആ ഒരു സ്ത്രീയെക്കുറിച്ച്, അതും എങ്ങനെയാണ് ആ ട്രെയിനിലുള്ള ആ കമ്പാർട്ട്മെൻറ്റിലുള്ള സംഗതികൾ മാത്രമല്ല, ആ ട്രെയിനിലുടനീളമുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ഇങ്ങേയറ്റം ജനറൽ കമ്പാർട്ട്മെൻറ്റ് മുതൽ AC കമ്പാർട്ട്മെൻറ്റ് മുതൽ അങ്ങേയറ്റം വരെ കമ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് എന്താണ് പിമ്പുകൾ എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാർ ചെന്നിട്ട് ഓരോ ആൾക്കാരെയും അതിന് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഇന്ന് കുശലം പറയുകയാണ്. ഇങ്ങനെ കുശലം പറഞ്ഞിട്ട് അവരോട് ചോദിച്ചിട്ട് അവരെ ആനയിച്ചു കൊണ്ട് വരികയാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനാണെങ്കിൽ ആ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട കാര്യങ്ങൾ അവർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും സ്റ്റേഷനിലേക്ക് പോകുവാൻ അവർ തയ്യാറാകുന്നു. കാരണം അവർക്ക് ആ സ്റ്റേഷനിൽ നിന്ന് അവർ വീണ്ടും തിരിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യമൊന്ന് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വെരി ഗ്രേറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ കാണുന്ന എന്താ പറയുക, ചിരിച്ച മുഖത്തോടെയുള്ള മുഖമൂടി അണിഞ്ഞുള്ള പുരുഷന്മാർ ധാരാളമുണ്ട് ഞാൻ നിങ്ങളുമായിട്ട്. പക്ഷേങ്കിൽ ഈ ഓടുന്ന ട്രെയിനിലെ റോസമ്മയുടെ ചാലക്കുടിക്കാരുടെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഓൾറെഡി ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന പോലെ ഒറ്റ വാക്കിനെ അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന പോലെയാണ് ചാലക്കുടിക്കാരുണ്ട്, ഇന്ന ട്രെയിനിലാണ്, ഇന്ന പോലെയൊക്കെയാണ് പരിപാടികൾ, എന്താണ് എങ്ങനെ അവരെടുത്തി അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് ട്രെയിനാണ്, എവിടെയാണ്, എങ്ങനെയെന്നുള്ള കാര്യം ഒരിക്കലും ഞാനിപ്പോൾ പറയുകയില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് ഞാൻ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഐഡിയ മാത്രം തന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത എപ്പിസോഡിൽ മാത്രമേ ഞാൻ അതേക്കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയുള്ളൂ. നിങ്ങളെ ഒരു മുൾമുനയിൽ നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആകാംക്ഷാഭരിതരാക്കുവാനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സംഗതികളൊന്നുമല്ല. കാരണം ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആളുകൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, നമ്മൾ വീഡിയോയ്ക്ക് വളരെയേറെ ലെങ്താണ്, ഇത്രയും വളവള കേൾക്കുവാനായിട്ടല്ല, ഞങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. എൻ്റെ സമയം തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ്. ഞാൻ അറിഞ്ഞ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ ഒരു എന്താ പറയുക ഒരു എയിം വെച്ചിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ റിയാക്ഷൻ അറിയുവാനായിട്ട്, നിങ്ങളുടെ അതേക്കുറിച്ച് നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതേക്കുറിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും സത്യത്തിൻ്റെ ഈ നേർക്കാഴ്ചയുടെ അടുത്ത ഭാഗം ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ നാളത്തെ ഇതിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിപ്പോൾ തന്നെ ഇത്രയും 10-15 മിനിറ്റ് ആയും അടുത്ത രീതിയിലേക്ക് പറയുമ്പോഴേ തീർച്ചയായിട്ടും ധാരാളം സമയമെടുക്കും. കാരണം അറ്റവും മുറിയും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പറഞ്ഞു പോകുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കാത്തത് കൊണ്ടാണ് ഓടുന്ന ട്രെയിനിൽ സെക്സ് ചെയ്യാൻ വിധിക്കപ്പെട്ട ചാലക്കുടിക്കാരിയായ റോസമ്മയെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ ആ നേർച്ച കാഴ്ച കാണുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും, ഇത്തരത്തിലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്യം തേടിയുള്ള യാത്രയിൽ മനസ്സിലാക്കാൻ സാധിച്ച ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം, താങ്ക് യു.